അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് വീട്ടിലാണ് കേട്ടോ, താത്താൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങോട്ട് വരികയെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട് ഇവിടെ ചമ്രവട്ടത്താണ്. ചമ്രവട്ടം പാലത്തിൻ്റെ അവിടെ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നെൽപ്പറമ്പക്ക് പോകണ്ട, ഇങ്ങോട്ട് 60 രൂപേൻ്റെ ഓട്ടം ഉണ്ട്. അവിടുന്ന് നമ്പർ നിസ്കാരപ്പള്ളി അങ്ങനെയൊക്കെ പറയും. അവിടെയാണ് പോയിൻ്റെ ഒക്കെ ഭാഗത്താണ് വീടുള്ളത്. താത്താൻ്റെ വീടും എൻ്റെ വീടും താത്താൻ്റെ വീടും ഞങ്ങൾ തറവാട് വീടും എടുത്തെടുത്ത് തന്നെ കേട്ടാ. താത്താൻ്റെ വീടുക്കാനും കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാലും താത്താൻ്റെ നിൽക്കാം, അങ്ങോട്ട് തറവാട്ട് വീട്ടിലേക്കും ഞങ്ങൾ വീട്ടിലേക്കും പോവും, അങ്ങനെ രണ്ടോടത്ത് നിൽക്കൂട്ടാ. അപ്പം ഇന്ന് താത്താൻ്റെ കൂടെയാണ് ഉള്ളത്. എല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ ഭാര്യ ഉണ്ട്, കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പം അവൾക്ക് ക്യാമറയിൽ നിൽക്കാനൊരു മടി, അവൾ നിന്നിട്ടില്ല, പിന്നീടൊക്കെ അവൾ നിൽക്കും. അപ്പോൾ ഇതാണ് താത്താനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ അളിയനില്ല ഇവിടെ. അളിയന് മരിച്ചിട്ട് 7 വർഷമായി. അളിയന് ക്യാൻസറായിട്ട് മരിച്ചതാണ്. അപ്പോൾ താത്താക്ക് 3 കുട്ടികളാണുള്ളത്, 2 പെൺകുട്ടികളും ഒരു മോനും. മോളിപ്പോൾ അക്കൗണ്ടിങ്ങിന് കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൾ ട്രെയിനിങ്ങിന് കയറിയിരിക്കുന്നു. താത്ത കണ്ട അവരെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. താത്ത ഇപ്പോൾ ഖത്തറിലായിരുന്നുള്ളത് ഉണ്ടായിരുന്നത്. 1.5 വർഷം ഇപ്പോൾ അവിടെ തലശ്ശേരിക്കാരെ വീട്ടിലാണ്, വീട്ടുജോലിക്ക് നിൽക്കുന്നത് വരെ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ലീവിന് വന്നതാണ്. 1.5 വർഷം കഴിഞ്ഞിട്ട് ലീവിന് വന്നതാണ് ഇപ്പോൾ. അപ്പോൾ മോന് പോളി പഠിക്കുകയാണ്, മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നതും എന്താ വെച്ചാൽ ചിലവും കാര്യങ്ങളും കുട്ടികളെ പഠിപ്പെല്ലാം നോക്കുന്നത് താത്ത തന്നെയാണ് കേട്ടാ. താത്ത അധ്വാനിച്ചിട്ട് വേണം ഈ വീട് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇല്ലല്ലോ, ഇപ്പം ഞങ്ങൾക്ക് ആശ്രയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം മരിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ അവൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കടയിലൊക്കെ പോയി. അപ്പോൾ കടയിലൊക്കെ പോയിട്ട് എന്താ കിട്ടുക. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പും കാര്യങ്ങളും ചിലവൊക്കെ ആണെങ്കിൽ കുറച്ച് പൈസ വേണമല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവൾ നല്ലൊരു വിസ കിട്ടിയപ്പോൾ പോയതാണ്. അപ്പോൾ അവൾക്ക് അൽഹംദുലില്ലാ അവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല ആൾക്കാർ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവളിപ്പോൾ നാട്ടിൽ ലീവിനിപ്പോൾ വന്നതാണ് അവൾ. പിന്നെ എൻ്റെ ഉമ്മയാണിത്. എൻ്റെ ഉമ്മാനെ പറ്റി പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടുള്ളത്, ഞങ്ങളെല്ലാ കാര്യത്തിനും കൂടുതൽ എൻ്റെ താത്തിൻ്റെ കാക്കി എൻ്റെ അമ്മയോ ഞങ്ങളുടെ വീട്ടുകാരാണ് കേട്ടാ, എൻ്റെ വീട്ടുകാരാണ് കേട്ടാ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കുള്ളത്. സാമ്പത്തികമായിട്ട് എല്ലാവർക്കും പ്രയാസത്തിലാണ്. ഇപ്പം ഞങ്ങൾക്ക് ആശ്രയം. പിന്നെ കാക്കാരായാലും ഇവിടെയാണ്, നാട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇപ്പം മരിച്ച് അളിയന് മരിച്ച് 3ാമത്തെ വർഷത്തിലാണ് ഇപ്പം മരിക്കുന്നത്. അപ്പം പിന്നെ 2 ആൾക്കാരാണ്, അത് ഞങ്ങളുടെ കുടുംബത്തിന് 2 ആണുങ്ങളാണ് നഷ്ടമായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും എന്താ പറയുക, നഷ്ടം ഞങ്ങൾക്ക് നികത്താൻ പറ്റില്ല. പിന്നെ ഇമ്മനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇമ്മ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും എന്താണ്, ചെനക്കാക്ക് വയ്യാതായാലൊക്കെ എത്ര പാതരായാലും എൻ്റെ കാക്കി എൻ്റെ അമ്മക്കാണ്. എത്ര പാതരായാലും അവർ വരും, എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ അപ്പം എൻ്റെ തോടി എത്തൽ എൻ്റെ അമ്മയാണ്. പിന്നെ സെൻകാനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോണ സമയത്ത് എൻ്റെ മോനെ 1.5 വയസ്സിൻ്റെ മോനക്കായിട്ടില്ല. ആ സമയത്താണ് സെൻകാക്ക് അസുഖം കൂടിയിട്ട് ഞങ്ങൾ ക്ഷീണത്തിലേക്കൊക്കെ പോണത്. ആ സമയത്തൊക്കെ എൻ്റെ കുട്ടീനെ എൻ്റെ അമ്മയാണ് നോക്കുക. എൻ്റെ അമ്മേൻ്റെ നാത്തൂനും അവരാണ് നോക്കൽ. ചിലപ്പോൾ 4 ദിവസം ഒക്കെ ആവും വരുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയാൽ, പിന്നെ ചിലപ്പോൾ 1 മാസമാവും, ചിലപ്പോൾ 15-18 ദിവസമാവും. അങ്ങനെ പോയി വരുമ്പോഴൊക്കെ വരാൻ കേട്ടാ എൻ്റെ മോനെ നോക്കലൊക്കെ. വീട്ടിലായാലും ചെനക്കൊക്കെ വയ്യാതായാലൊക്കെ പിന്നെ എത്തി നിൽക്കലും എനിക്ക് നമുക്കൊക്കെ ഒരു ആശ്വാസം. നമ്മൾ ഉമ്മാരല്ലേ, എന്ത് നമുക്ക് വിഷമമുണ്ടെങ്കിലും ഓടി എത്തുന്ന ആൾക്കാർ അവരല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പം എൻ്റെ തറവാട് വീട് ഞാൻ ഇനി പിന്നീടൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് താത്താൻ്റെ വീടാണ്. ഇതൊക്കെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.